ഹായ് നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള വയലട വ്യൂ പോയിൻറ്റിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് നമുക്ക് പോകണം. ഒന്ന് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ക്ലൗഡ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കുണ്ട്, ഫാമിലി പാർക്കുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുള്ളംപാറ വ്യൂ പോയിൻ്റാണ് വയലട. അപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് തലയാട് റോഡിലേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ കുറേ വളവും തിരിവും കയറ്റങ്ങളും ഇറക്കങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കൂടി പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വയലട വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. വരുന്ന വഴിക്ക് കുറേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും നമ്മൾ നിർത്തിയിട്ടില്ല, നമുക്ക് കാണാം. ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ വയലട മുള്ളംപാറ വ്യൂ പോയിൻറ്റിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് വണ്ടിക്ക് പോകണം, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നും പോകണം. അതിനുശേഷം നമുക്ക് ക്ലൗഡ് ബേ പാർക്കിലേക്ക് വ്യൂ പോയിൻറ്റിലേക്കും പോകേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ നേരത്തെ വയലാട് എഴുതിയ ആ ഒരു ബോർഡ് കണ്ടതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടുണ്ട്. അവിടെ നമുക്ക് 4 വീലർ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും, ബൈക്കും പാർക്ക് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡ് ഭയങ്കര മോശമുള്ള റോഡാണ്, പൊട്ടിപ്പൊളിഞ്ഞൊക്കെ റോഡാണ്. വണ്ടി പോകും, കുഴപ്പമില്ല. 2 വീലറൊക്കെ പോകാം. റിസ്ക് എടുക്കേണ്ട ആളുകൾക്ക് ഈ റോഡ് വഴി ബൈക്കൊക്കെ ആയിട്ട് പോകാം. ഞാനെന്തായാലും റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു, ഞാൻ വണ്ടിയിലേ പോവുള്ളൂ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരം നമുക്കിങ്ങോട്ട് വരാനുള്ളൂ, ഇങ്ങോട്ടേക്ക് വയലട വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ. പിന്നെ വരുന്ന വഴിയിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. വലിയ കുറേ ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്ര പ്രശ്നവും വലിയ കയറ്റമുള്ളതൊന്നുമല്ല, അത്ര റിസ്ക് ഉള്ളതൊന്നുമല്ല. വണ്ടി ചിലപ്പോൾ വരുമ്പോൾ ചില വണ്ടികൾ ഒന്ന് സ്ലിപ്പാവും എന്നല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇങ്ങോട്ടേക്ക് വരാൻ. വരുന്ന വഴിക്കൊക്കെ വലിയ ഉരുളൻ കല്ലുകളാണ്. ഭംഗിയാണ്, കുഴപ്പമൊന്നുമില്ല. കിതപ്പോ അങ്ങനെയുള്ള കയറ്റങ്ങളൊന്നുമല്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ റോഡിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് സാധാ നല്ല റോഡ് തന്നെയാണ്. പിന്നെ ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. 2-3 2 വീലർ മാത്രമേ ഉള്ളൂ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് പാർക്ക് ചെയ്യാം അവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട വയലട മുള്ളംപാറ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് മുള്ളംപാറ വ്യൂ പോയിൻറ്റിലേക്ക് പോകാൻ ഏകദേശം 450 മീറ്റർ കൂടിയുള്ളൂ. ഇനി അവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഒരു DTPCൻ്റെ ഒരു കഫേ ഒക്കെ ഉണ്ട്. പക്ഷെ അത് തുറന്ന് കാണുന്നില്ല. ഞാനത് കണ്ടിട്ടില്ല തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പോൾ തുറന്നിട്ടില്ല. അവിടെ കുറേ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പിന്നെ 6 മണി മുതൽക്ക് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അപ്പം ഇവിടുന്ന് ഏകദേശം 450 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐലൻഡ് വ്യൂ മുള്ളൻപാറയിലേക്ക് മൗണ്ട് വയലട വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ കുറച്ചും കൂടി നടക്കാനുണ്ട്, നമുക്ക് നടക്കാം. ഇവിടുന്ന് കുറേ സ്റ്റെപ്പുകൾ, അതായത് കുത്തനെയുള്ള കുറേ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് കയറണം. അത് എന്നെക്കൊണ്ട് സാധിക്കും. അങ്ങനെ വലിയ റിസ്ക്കൊന്നുമല്ല, ഞാൻ കയറൊക്കെ ചെയ്യും. നല്ലൊരു ടെൻഷൻ. കയറി നോക്കട്ടെ.
നമ്മൾ വരുന്ന വഴിക്ക് റോഡിൽ കുറേ ഉരുളൻകല്ലുകളും പാറക്കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടത് ഇവിടെയാണ്. വരുന്ന വഴിക്ക് കുറേ നടക്കുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് ഓരോ പാറക്കല്ലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ച് ടയേർഡാകും, കുഴപ്പമില്ല. എന്നാലും കാണാനുള്ളത് നല്ലതാകുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയൊരു മുളം കാട് എന്ന് പറയാം. അല്ല, കാടല്ല, മുളം കൂട്ടം എന്ന് പറയാം. നല്ല ഭംഗിയുണ്ട്, നല്ല സുഖമുണ്ട് ഇതിലോട്ട് വരാൻ. അപ്പം നമ്മൾ മുള്ളൻപാറ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായി കുറച്ച് മീറ്ററും കൂടിയേ ഉള്ളൂ. പക്ഷേ ഭയങ്കരമായ പാറക്കൂട്ടങ്ങളാണ്. ഈ കൂട്ടങ്ങൾ കയറിയിട്ട് വേണം നമുക്ക് മുള്ളൻപാറ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ. അപ്പം ഏതായാലും ഇവിടെ വരെ എത്തിയില്ലേ, അപ്പം ഇനി നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കയറി നോക്കാം.
ചെരുപ്പൊന്ന് ബാഗിലിട്ട് കയറിയ നമ്മൾ വയലാട് വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലൊക്കെ കയറി പാറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരുമ്പം നമുക്കിവിടെ DTPCയുടെ ഒരു കോഫി ഷോപ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് കോഫി കുടിക്കാം. ഫ്രഷ് ആവണമെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും എൻജോയ് ചെയ്യാം. അപ്പം എല്ലാവരും വരുന്ന സമയത്ത് DTPCൻ്റെ ഷോപ്പിലും കയറും.